ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി. ഭീകരാക്രമണത്തിൽ തീവ്രവാദികളെ സഹായിച്ച മുഹമ്മദ് കട്ടാരിയാണ് അറസ്റ്റിലായത്. ലക്ഷ്മി ബാലചന്ദ്രൻ ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന്. ലക്ഷ്മി, എവിടെ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്? ഏത് തരത്തിലാണ് ഇയാൾ തീവ്രവാദികളെ സഹായിച്ചത്? രുചീഷ്, ഇപ്പോൾ ഓപ്പറേഷൻ മഹാദേവ് കഴിഞ്ഞ ജൂലൈ 28-ന് ഓപ്പറേഷൻ മഹാദേവിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പേരെ ചോദ്യം ചെയ്യുകയും ഒരുപാട് ആയുധങ്ങളും ഒക്കെ കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഒരു പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം വളരെ ശക്തമായിട്ടുള്ളൊരു ഭീകരവാദികൾക്കായിട്ടുള്ള തിരച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു തിരച്ചിലിനിടെ ഈ ഒരു ഓപ്പറേഷൻ മഹാദേവിൻ്റെ ഭാഗമായി നിരവധി പേരെ ചോദ്യം ചെയ്യുകയും ഒരുപാട് ആയുധങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ആയുധ ശേഖരണത്തിൽ നടത്തിയ പരിശോധനകളിലും ഒക്കെയാണ് ഇപ്പോൾ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ മുഹമ്മദ് കട്ടാരിയ എന്ന് പറയുന്ന അവിടുത്തെ തന്നെ ആയിട്ടുള്ള പെഹൽഗാമിലെ ഒരു സ്വദേശിയായിട്ടുള്ള ആളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ തീവ്രവാദികളെ ആ സമയത്ത് സഹായിച്ചു. ആ ഒരു ഏപ്രിൽ 22 നടന്ന ഒരു പെഹൽഗാം ഭീകരാക്രമണത്തിൽ തീവ്രവാദികൾക്ക് വേണ്ടി ഇയാൾ പല കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അവരെ അകത്ത് കടക്കാൻ ഉൾപ്പെടെയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്നുള്ള ഒരു ആരോപണത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഒക്കെ വരുന്നതേ ഉള്ളൂ. ഇനിയും ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം ആ ഒരു ഓപ്പറേഷൻ മഹാദേവ് നമുക്കറിയാം, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പേരെ ചോദ്യം ചെയ്യുകയും നിരവധി ആയുധങ്ങളൊക്കെ കണ്ടെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ അറസ്റ്റുകളൊക്കെ ഉണ്ടായേക്കാമെന്നാണ് സൂചന. രുചീഷ്, ലക്ഷ്മി, എന്തായാലും കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം ചോദ്യം ചെയ്യൽ നടപടികളിലേക്കൊക്കെ കൊണ്ടുപോകാനാണ് ഈ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്തായാലും ഇന്ത്യക്കാകെ വലിയ തിരിച്ചടി നൽകിയ ഒരു സംഭവം, പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലേക്ക് കയറി വന്ന 23 ആളുകളെ കൊല്ലുന്ന സാഹചര്യമുണ്ടായ ഒരു ഭീകരാക്രമണമാണ്. എന്തായാലും അതിൽ ഈ കുറ്റക്കാരായ ആളുകളെ മുഴുവൻ ശിക്ഷിക്കുന്നത് വരെ, അതിൽ ഇടപെട്ട ആളുകൾ മുഴുവൻ ഇതിൽ പിടിയിലാകുന്നത് വരെ എന്തായാലും രാജ്യത്തിന് നോക്കി നിൽക്കാനാവില്ല. എന്തായാലും ഈ അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായും രുചീഷ് പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയായ ഒരു ആക്രമണമായിരുന്നു ഏപ്രിൽ 22-ന് നടന്നത്. അതിന് ഇന്ത്യ വലിയ രീതിയിലുള്ള തിരിച്ചടിയും നൽകിയിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ. ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ മഹാദേവിലൂടെ ജൂലൈ 28-ന് അതിൻ്റെ പിന്നിലുള്ള 3 തീവ്രവാദികളെ ഇന്ത്യ വധിക്കുക ഉൾപ്പെടെ ചെയ്തിരുന്നു. അതായത് നമ്മുടെ സുലൈമാൻ, അഫ്ഗാൻ, ജിബ്രാൻ എന്ന് പറയുന്ന ഇതിൻ്റെ പിന്നിലുള്ള 3 ഭീകരവാദികളെ വധിക്കുക വരെ ഇന്ത്യ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ തീവ്രവാദികളെ സഹായിച്ചു എന്നുള്ള ആരോപണത്തിൽ അവിടെ ഈ പൂഞ്ചിലും മറ്റ് അതിർത്തി മേഖലകളിലൊക്കെ വളരെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ജമ്മു കാശ്മീർ പോലീസ് ഇപ്പോൾ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയതായി പറയുന്നത്. രുചീഷ്, ശരി. ലക്ഷ്മി ബാലൻ.